നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. അത് തുലാക്കൂറുകാരുടെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അന്നാണ് സാധാരണ നാം വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം വിഷു ഏപ്രിൽ 15 കാരണം അന്ന് ഏപ്രിൽ 14 സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം രാവിലെ 9:34 സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് അത് പിറ്റേ ദിവസത്തേക്ക് ആയി മാറുന്നത്. അപ്പോ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ സമയത്തെ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് 2026 പഞ്ചാംഗ വിധിപ്രകാരം ഓരോ നക്ഷത്രങ്ങളെയും രണ്ട് വിഭാഗമായി വേർതിരിച്ചിട്ടുണ്ട്. അതിൽ 9 നക്ഷത്രങ്ങളെ ആദിശൂലമെന്നും 18 നക്ഷത്രങ്ങളെ ഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. ശൂലമെന്ന് പറയുമ്പോൾ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അന്ത്യശൂലമെന്നും, ഷഡ്ഗമെന്ന് പറയുമ്പോൾ ആദിഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഓരോ നക്ഷത്രക്കാരും ഒന്നില്ലെങ്കിൽ അത് ശൂലത്തിലായിരിക്കും, അല്ലെങ്കിൽ ഷഡ്ഗത്തിലായിരിക്കും വരുന്നത്. അപ്പൊ അതിൽ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിന്റെ വിഷുഫലം എന്ന് പറയുന്നുണ്ട്. അതായത് ശൂലത്തിൽ വരുന്ന, അത് ആദിശൂലമായാലും മധ്യശൂലമായാലും അന്ത്യശൂലമായാലും ശൂലത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക്, അപ്പൊ ശൂലത്തിൽ 9 നക്ഷത്രവും ഷഡ്ഗത്തിൽ 18 നക്ഷത്രവും, അപ്പോൾ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂറുഫലമാണ് പറയുന്നത്. അതായത് തുലാക്കൂറിന്റെ വിഷുഫലമാണ് പറയുന്നത്. അപ്പൊ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്രയുടെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ 1/4 ഭാഗവും സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. മനസ്സിലായോ? അതായത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ സൂര്യന്റെ സംക്രമ സമയത്തുള്ള ആ ലക്ഷണമനുസരിച്ച് അന്ത്യശൂലത്തിലാണ് ആ നക്ഷത്രങ്ങൾ വരുന്നത്. അപ്പൊ അതിവർക്ക് വിഷുഫലം അത്ര നല്ല ഗുണകരമല്ല എന്നാണ് പറയുന്നത്. ഇത് പഞ്ചാംഗ വിധിപ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 2026 പഞ്ചാംഗം അനുസരിച്ച് ആചാര്യന്മാർ എഴുതിയ പഞ്ചാംഗം അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ ചാനലിലെ ഈ ശിവപ്രിയ ജ്യോതിഷാലയം എന്ന ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എന്തെല്ലാം പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ പ്രയാസങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കും എന്ന് ചിലവരുണ്ട്. പക്ഷേ പ്രയാസം എന്ത്, നല്ല ഫലം പറയേണ്ടതും
ചീത്ത ഫല പറയേണ്ടതും ഓരോ നക്ഷത്രത്തിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഓരോ കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ നമ്മൾ ദോഷമാണെങ്കിൽ അവരെ മാറ്റി നിർത്തി പറയുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ ഈ 12 കൂറിന്റെ അതേപോലെ തന്നെ 27 നക്ഷത്രങ്ങളുടെയും വിഷുഫലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 12 കൂറുകാരുടെയും വിഷുഫലം പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തുലാക്കൂറിലാണ് വരുന്നത്. അപ്പൊ ഈ സൂര്യന്റെ സംക്രമണം അനുസരിച്ച് നല്ലതും ചീത്തയൊക്കെ വരാം. എപ്പോഴും നല്ലത് തന്നെ വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണം വരും, അല്ലെങ്കിൽ അവർക്ക് നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ലല്ല. ദോഷം ഉണ്ടെങ്കിൽ ദോഷവും പറയണ്ടേ. അപ്പൊ ദോഷം മാറാൻ അതിനുള്ള പരിഹാരങ്ങളുണ്ട്, അത് ചെയ്താൽ മതി. അപ്പോ ഈ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആയുധം കൊണ്ടുള്ള മുറിവ് ഇവക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയുധം കൊണ്ടുള്ള മുറിവ് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ആയുധം. പശു മുതലായ നാൽക്കാലികളിൽ നിന്നും ഇവർക്ക് ഉപദ്രവം ഏൽക്കാൻ ഇടയുണ്ട് ഈ വിഷുഫലം ഫലമായിട്ട്. അതുപോലെ തന്നെ പക്ഷികളെ കൊണ്ടുള്ള ദോഷങ്ങളും ഉപദ്രവങ്ങളും ഇവർക്ക് ഉണ്ടാകാം. അതുകൂടാതെ മനുഷ്യരിൽ തന്നെ ഉള്ള ചില ആൾക്കാരുടെ ശത്രുശല്യം ഇവർക്ക് ഉണ്ടായെന്നും വരും. ബന്ധുക്കൾ വരെ ഇവർക്ക് ചിലപ്പോൾ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ ശത്രുക്കളാവുന്ന അവസരങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും. കുടുംബാംഗങ്ങൾ വരെ എതിർപ്പ് കാണിക്കും ഇവരോട്, ഈ നക്ഷത്രക്കാരോട്. ദേഹത്തിൽ മുറിവുണ്ടാകാൻ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ദേഹത്തിൽ ഈ ആയുധം കൊണ്ട് മുറിവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആയുധം കൊണ്ട് മാത്രമല്ല, അല്ലാതെയും ദേഹത്തിൽ മുറിവ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് ചില പകർച്ചവ്യാധി പോലെയുള്ള ചില രോഗങ്ങൾ ഇവർക്ക് പിടിപെടാനും സാധ്യതയുണ്ട്. മനക്ലേശവും മനോദുഃഖങ്ങളും ഇവർക്ക് ഈ വിഷുഫലത്താൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ദോഷങ്ങൾ മാത്രമാണ് പറഞ്ഞത്, ഇല്ലേ? എന്നാൽ ഇവർക്ക് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ, അതായത് ജാതകത്തിൽ ഇവർക്ക് നല്ല ദശാകാലവും നല്ല ദശാനാഥനും അതേപോലെ തന്നെ നല്ല അപഹാരവും നല്ല അപഹാരനാഥനും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ദോഷങ്ങൾ ഇവർക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി അതല്ല, ജാതകത്തിലും ദോഷങ്ങൾ ആണെങ്കിൽ തന്നെ ഇവർ ഞാനീ പറയുന്ന ദേവതമാർക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഇവരുടെ ദോഷാനുഭവങ്ങൾ മാറിക്കിട്ടുന്നതാണ്. നമ്മൾക്കൊരു അസുഖം വന്നാൽ, നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കണ്ടേ, ഇല്ലേ? മരുന്ന് കഴിച്ച് രോഗം മാറ്റുന്നത് പോലെയാണ്. നമുക്കൊരു ദോഷം വരുമ്പോൾ ആ ദോഷത്തിന് ദൈവികമായ പരിഹാരങ്ങൾ ചെയ്താൽ ആ ദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനും സാധിക്കും. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കാം, കുടുംബ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കാം. അതുകൂടാതെ നവഗ്രഹങ്ങളുടെ പ്രീതി നേടാനും ശ്രമിക്കണം. കാരണം പല ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളുടെയും കൂടി സംപ്രീതി ഇവർക്ക് കിട്ടണം, പ്രീതി ഇവർക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് അനുകൂലമല്ലാതിരിക്കുന്ന ഗ്രഹങ്ങളെ അനുകൂലമാക്കി മാറ്റുന്നതിനും കൂടി വേണ്ടിയാണ് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തണം. ഇവരുടെ പിറന്നാളിന്റെ അന്ന് നടത്തിയാൽ വളരെ ഗുണകരമാണ്. പക്ഷെ അത് ഒരെണ്ണം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ചുരുങ്ങിയതൊരു 3 എണ്ണമെങ്കിലും അടുപ്പിച്ച് ചെയ്താൽ അത്രയും ഗുണാനുഭവങ്ങൾ കൂടി കിട്ടുന്നതാണ്. അപ്പോ ഈ തുലാക്കൂറുകാരുടെ ഈ വിഷുഫലം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.